എൻ്റെ അഭിനയ ജീവിതത്തിൽ എൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനും എൻ്റെ ഗുരുനാഥനും എൻ്റെ വഴികാട്ടിയുമായ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ നാടകങ്ങൾ കണ്ടിട്ടാണ് ഞാൻ അഭിനയം തുടങ്ങിയത്. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ പല നാടകങ്ങളിലും അഭിനയിച്ചു തുടങ്ങി. പക്ഷെ ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് ഒരു നാടകത്തിൽ, ഒന്നല്ല ആദ്യമായിട്ടൊരു നാടകത്തിൽ അഭിനയിച്ചു. എൻ്റെ പേരെന്തായിരുന്നു? വർത്തമാനം. ജയപ്രകാശ് കുളൂരിൻ്റെ വർത്തമാനം എന്ന് പറയുന്ന നാടകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസാക്ഷിയായിട്ടാണ് ഞാനതിൽ അഭിനയിക്കുന്നത്. അല്ലേ? അല്ല, ഇപ്പോഴും മനസ്സാക്ഷി തന്നെ. എൻ്റെ മനസ്സാക്ഷി തന്നെയാണ് നീ. അതെ. ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ. അതിന് ശേഷം വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണം എന്ന് പറയുന്ന നാടകം ഉണ്ടല്ലോ, ജയപ്രകാശ് കുളൂരിൻ്റെ. അപ്പം അതിൽ ഒരു കപ്പലിൻ്റെ അകത്തുള്ള സംഭവമാണല്ലോ, അല്ലേ? അപ്പം അതിൽ അച്ഛനെ പിടിച്ച് തിന്നാൻ വരുന്ന അങ്ങനെ വല്ല സംഭവം ഉണ്ടായിരുന്നു. കപ്പൽ കടൽ നടുക്കെത്തിയ ഒരു അവസ്ഥയാണ്, അതാണ് സ്റ്റേജ്. അപ്പം ഇവൻ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പം ഇവൻ ശബ്ദിക്കുമെന്നാണ്. കാരണം ഇവന് സംസാരിക്കാൻ പറ്റില്ല, ഊമയാണ് ഇവൻ. വിശന്ന് വലഞ്ഞ് ഞാനും തൊഴിലാളും തമ്മിൽ ഒരു സ്റ്റണ്ട് സീനുണ്ട്. അതൊക്കെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായി. അപ്പോൾ ഡീസലും തീർന്ന്, എല്ലാം തീർന്ന്, ഒരു രക്ഷയില്ല, ഇനി മരിക്കാൻ രക്ഷയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിൽ ഇവനെ കൊന്ന് തിന്നണം എന്നൊരാഗ്രഹം വന്നു. വിശന്നിട്ടാണ്. അങ്ങനെ കത്തിയായിട്ട് ഇവനെ പിടിച്ച് കുത്തുന്ന സമയത്ത് ഇവൻ കാണുകയാണ്. ഇവനെ ഇറങ്ങി ഓടുക. പിന്നാലെ ഞാൻ പോവും. ഇവനെ കൊന്ന് വെക്കും. എനിക്ക് രക്ഷയില്ല. അവസാനം ലാസ്റ്റിൽ ഒറ്റ കുത്താണ്. ആ കുത്തുമ്പം അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് നിലവിളി എൻ്റെ വക. അപ്പം ഞാൻ സ്റ്റണ്ടായി. ഇവൻ ശബ്ദിച്ചു തുടങ്ങി. അനന്തരം എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമയിലേക്ക് ആ രംഗമാണ് ശരിക്കും സഹായിച്ചത്. ഇൻ്റർവ്യൂവിന്. കാരണം ഏതെങ്കിലും ഒരു രംഗം അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അതാണ് അഭിനയിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ഷൗട്ട് ചെയ്യുന്നൊരു സംഭവമായിരുന്നല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞതിനോട് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ഒച്ചയായാലും കുഴപ്പമില്ല, ഒരു മടിയും ചമ്മലും വേണ്ട, ആരവിടെ ഉണ്ടെന്ന് നോക്കണ്ട. അടൂർ ഗോപാലകൃഷ്ണൻ സാറോ എത്ര വലിയ 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 ആളുകളാണെങ്കിലും ഒരു ചമ്മലും ഇല്ലാതെ മാക്സിമം പെർഫോം ചെയ്യുന്നുള്ള ഉപദേശം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അലറി വിളിച്ചുകൊണ്ടായിരുന്നു ഈ അയ്യോ എന്നെ കൊല്ലേ എന്ന് പറഞ്ഞൊരു ഡയലോഗ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താ വെച്ചാൽ ആദ്യം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഊമയുടെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ അറിയാതെ കത്തി അടുത്തേക്ക് വരുമ്പോഴാണ് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നത്. അഖില കേരള സംസ്ഥാന നാടക മത്സരത്തിൽ എനിക്കും അച്ഛന് ഏറ്റവും നല്ല നടനുള്ളതും എനിക്ക് ഏറ്റവും നല്ല ബാലനടനുള്ള അവാർഡുകൾ ലഭിച്ച നാടകത്തിൻ്റെ പത്രത്തിൽ വന്ന മലബാർ വിശേഷത്തിൽ വന്ന ഫോട്ടോ ആണത്. അങ്ങനെ ഒരേ നാടകം 2 കിട്ടിയ 2-3 നാടകം കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഒരേ നാടകത്തിൽ 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രോത്സാഹനം. അതാണ് അച്ഛന് ലഭിച്ചിരിക്കുന്നത്. ഈ അനന്തത്തിൽ ആദ്യത്തെ പടം അഭിനയിച്ചപ്പോഴും അതിന് ഇൻ്റർവ്യൂവിന് ഇവൻ പോലും അറിയാണ്ട് ഞാനാണ് അതിന് ഫോട്ടോ അയച്ചു കൊടുത്തത്. ചെറുപ്പത്തിൽ ഇവൻ്റെ കലി എന്താ എനിക്കറിയില്ല. ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാലരമയുടെ കേരള സ്റ്റേറ്റ് ചിത്ര മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. അതിൽ സ്റ്റേറ്റ് സെക്കൻഡ് കിട്ടി. അതുകൂടെ അത് നിർത്തി. പിന്നെ വരയ്ക്കാൻ കണ്ടില്ല. പിന്നെ അവൻ തബല വേണം തന്നു. തബല വാങ്ങിക്കൊടുത്തു. അത് ഇപ്പോഴും പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അവിടെ. അത് കുറേ പഠിച്ചു, അത് നിന്ന്. തബല അടിച്ച കുറച്ച് സാധാരണ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ ഉള്ളിൽ അഭിനയമായിരിക്കാം ശരിക്കുള്ള കല. അത് കണ്ടെത്താൻ വേണ്ടി കുറേ പലരും ചെയ്തപ്പോൾ അവസാനം അത് കണ്ടെത്തി. പിന്നെ അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട നടന്മാരെന്ന് പറയുകയാണെങ്കിൽ ശിവാജി ഗണേശനും സത്യനുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പടങ്ങൾ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിനയം അതേപടി പകർത്തുകയല്ലാതെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ, ഒരുപാട് സിറ്റുവേഷനിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അഭിനയത്തിൽ കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്തെത്തുമ്പോൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. കലാജീവിതത്തിലെ സുപ്രധാന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച സ്കൂൾ തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്നും അവിടുത്തെ അധ്യാപകന്മാരുടെ അടുത്തു നിന്നും എനിക്ക് വളരെയധികം പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂൾ കാലിക്കറ്റാണ്. പ്രത്യേകിച്ചും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അച്ഛനെയാണ്.
ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് അവസാന വർഷത്തിലാണ് സാറ് ഈ സ്കൂളിലേക്ക് അല്ലേ വരുന്നത് അല്ലേ? 87 ഞാൻ വന്നു. 87 സാറ് വരുന്നത്. 87 വന്നപ്പോൾ യൂത്ത് ഫെസ്റ്റിവലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപഴകാനും പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്തിരുന്നത് കൊണ്ട് സ്റ്റേജിലെ പ്രവർത്തനം അപ്പോൾ അന്നേ എൻ്റെ ഫേസ് ക്യാമറയിൽ പകർത്താനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 74 മുതൽ ഫോട്ടോഗ്രാഫിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതൊരു പ്രത്യേക ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ അന്നായിരുന്നു 10ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചിരുന്നത് അനന്തരം. പിന്നീട് വളരെ ചുറുചുറുക്കോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് പങ്കെടുക്കുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥിയാണെന്ന് ഞാൻ കണ്ടത്. നാടകത്തിലും മോണോ ആക്ടിൽ സ്കൂൾ ഡേക്കാണേലും ഒരു ഐറ്റം സുധീഷിൻ്റെ ആണ്. മോണോ ആക്ടിൽ ഒരു ഐറ്റം ഉണ്ടാകും. അതങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ദിനം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പിന്നീട് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അല്ലേ, അതുണ്ട്. അത് ഇവിടുന്ന് പോകുന്ന കലാകാരന്മാരെ പലപ്പോഴും നമ്മൾ വിളിച്ച് സ്കൂളിൽ പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ അസംബ്ലി ആഴ്ചയിൽ 2 ദിവസം അസംബ്ലി ഉണ്ടാവും. ഈ അസംബ്ലിയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരിത്തിരി ഒരു കടുപ്പുള്ള ഒരു ജോലിയാണ്. കാരണം അവിടെ കുറേ പേര് സംസാരിക്കാനുണ്ടാവും, നമ്മൾ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അതും കാലത്ത് തന്നെ ചിലപ്പോൾ ഉറക്കം ഒന്നൊക്കെ ഇരിക്കും അസംബ്ലി ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവും. പക്ഷേ അസംബ്ലി ഞാൻ ഏറ്റവും ആസ്വദിച്ചത് അനന്തരം റിലീസായതിനു ശേഷമുള്ള ആദ്യത്തെ അസംബ്ലി ആയിരുന്നു. കാരണം അസംബ്ലിയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അനന്തരം റിലീസായ സമയത്ത് പ്രിൻസിപ്പൽ സാർ എൻ്റെ പേര് വിളിച്ച് എന്നെ വേദിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്വീകരണ അനുഭവമാണ്. ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ വെച്ച് എൻ്റെ കൂട്ടുകാരുമൊത്ത്, എന്നെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകന്മാരൊത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് ഒരു കപ്പ് തന്ന് എന്നെ സ്വീകരിച്ചു. അത് തീർച്ചയായും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എല്ലാവിധ പ്രോത്സാഹനവും. അന്ന് എന്നെ വിട്ടില്ല, SLC പഠിക്കുകയാണ്, ഒരു മാസം ലീവ് തരില്ല, അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം SLC പരീക്ഷ എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാൽ ചിലപ്പോൾ എനിക്കന്ന് അഭിനയിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന പല താരങ്ങളും രംഗത്ത് വന്നത് മിമിക്രി കലാരൂപത്തിലൂടെയാണ്, അതായത് സ്റ്റേജുകളിൽ അവതരിപ്പിച്ച കലാപരിപാടികൾ. ഞാനും സ്റ്റേജിലൂടെയാണ് വന്നതെങ്കിലും മിമിക്രി അല്ല, മോണോ ആക്ട്, അതുപോലെ 1 മാൻ ഷോ, അങ്ങനെയുള്ള തുടങ്ങിയ ഐറ്റംസ് ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കലാപരിപാടി. ഈ മോണോ ആക്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു നാടകം പോലെ തന്നെ എല്ലാത്തിനും ഓരോ പേരുണ്ട്. എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ അഭിനയിച്ച മോണോ ആക്ടുകളുടെ പേരുകൾ സിനിമ പോലെയുള്ള പേരുകളാണ്. ഒന്ന് ചന്ദ്രലേഖ, ഒന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ഫ്ലാഷ് ബാക്ക്, പിന്നെ ഒന്ന് കരിങ്കണ്ണ നോക്ക്. ഈ കരിങ്കണ്ണ നോക്ക് എന്ന് പറയുന്ന മോണോ ആക്ടാണ് എനിക്ക് സംസ്ഥാന തലത്തിൽ അവാർഡ് ലഭിച്ച് തന്നത്. പിന്നീട് ഞാൻ അവസാനം 10ാം ക്ലാസ്സിൽ അഭിനയിക്കുമ്പോൾ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടിയ മോണോ ആക്ടാണ് ഒലക്ക. അങ്ങനെയുള്ള ഒരുപാട് കോമഡി മോണോ ആക്ട് 1 മാൻ ഷോ ഈ ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്നാണ് ഞാൻ പോയിട്ടുള്ളത്. ഈ മോണോ ആക്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു 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 സംഭവം ഉണ്ടായിരുന്നു. അതായത് അതിൽ ഒരു പ്രത്യേകതരം മോണോ ആക്ട് ആയിരുന്നു. അതിലിങ്ങനെ സംസാരിച്ച് വന്ന് അവസാനം അതിലൊരു ഡയലോഗുണ്ട്. ഹൈ മോശം എന്താ കുട്ടി കാണിക്കണത്, മൂക്കിനകത്ത് വിരലിടെ, അയ്യയ്യേ, ഇത് ഒരു അച്ഛൻ ഒരു മകളെ ഉപദേശിക്കുന്നതാണ്. മൂക്കിനകത്ത് നിന്ന് ആ കൈ കൊണ്ട് എടുക്കുക, ആരെങ്കിലും കണ്ട മോശാട്ടോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇത് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സംഭവം വന്നു. അങ്ങനെ ഈ ഒരു ഡയലോഗ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പുതുതായിട്ട് പെട്ടെന്ന് ഏതെങ്കിലും പെൺകുട്ടി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാനിത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് അവർ കയറി വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഐ മോശം എന്താ കുട്ടി കാണിക്കണത്, മൂക്കിനകത്ത് കൈ കൊണ്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്കൊരു ചമ്മൽ അനുഭവപ്പെടും. ഇത് അനുഭവപ്പെടുമ്പോൾ അവളുടെ ഒരു റിയാക്ഷനും അതോടൊപ്പം തന്നെ ഓഡിയൻസും ബാക്കിയുള്ള എല്ലാവരും അവളെ ശ്രദ്ധിക്കും. അപ്പോൾ അത് നമുക്കൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പലപ്പോഴും പല സ്റ്റേജുകളിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആവർത്തിച്ചിരുന്നു. അങ്ങനെ ഞാനൊരു പെൺകുട്ടിയോട് ഒരു സ്ഥലത്ത് വെച്ച് കാണിച്ചപ്പോൾ എന്തോ അവൾ പിന്നീട് എന്നെ കാണുകയും എന്തോ ചില പ്രേമസല്ലാപങ്ങളൊക്കെ ഞാനിട്ട് പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഞാനത് ഫോർവേഡ് ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പ്രേമം ആത്മാർത്ഥമായിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കല്യാണത്തിലേക്ക് കലാശിക്കും. മാത്രമല്ല അങ്ങനെയുള്ള സ്നേഹം നമ്മൾ പങ്കിടണം. അതിപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചത് തീർച്ചയായും എൻ്റെ ഭാര്യയാണ്.
എന്നെ വരയ്ക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പെൻസിലെടുത്ത് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ എന്നെ വരയ്ക്കുന്നത് ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടില്ല എന്നെ വരയ്ക്കുന്നത്. ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്, പല ഫോട്ടോകളും പല സീനറികളൊക്കെ വരയ്ക്കാറുണ്ട്. പക്ഷേ എന്നെ വരയ്ക്കുന്നത് ആദ്യമായിട്ട്. ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് എന്നെ വരയ്ക്കാത്തതെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ് അത് നിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല, എന്താ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന്. ശരിയല്ലേ?